നാരായണ 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 നാരായണ. ദൈവശ്രേഷ്ഠരെ, നിങ്ങളെ നാം എവിടെയെല്ലാം അന്വേഷിച്ചു. താരകാസുരനെ ഭയന്ന് ഞങ്ങളെല്ലാം ഭൂമിയിലെ വനങ്ങളിൽ ഒളിവിലാണെന്നറിയില്ലേ? അറിയാം. ഇന്ദ്രലോകം ഇപ്പോൾ താരകാസുരനാണല്ലോ ഭരിക്കുന്നത്. എന്താ ദേവർഷ വിശേഷം? വളരെ ആനന്ദകരമായ വിശേഷം. ലോകക്ഷേമത്തിനു വേണ്ടി നമ്മുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അതിമഹത്തായ ഒരു യാഗം നടത്താൻ നാം ആഗ്രഹിക്കുന്നു. നമുക്ക് അധികാരമോ പ്രത്യേകിച്ച് ചുമതലകളോ ഇല്ലാത്ത കാലം. യാഗത്തിൽ സഹകരിച്ചാൽ പുണ്യവും കിട്ടും. പ്രവർത്തന നിരതനായി അത്രയും കാലയളവും തള്ളി നീക്കുകയും ചെയ്യാം. നമ്മുടെ കാര്യവും മറിച്ചല്ലോ. അങ്ങയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന യാഗത്തിൽ പങ്കെടുത്താൽ നമ്മുടെ വിശിഷ്ടകാലത്തിന് വഴി തെളിയുമെങ്കിൽ അങ്ങനെ ആകട്ടെ. പരിശുദ്ധമായ അഗ്നി വേണ്ടുവോളം നാം പ്രദാനം ചെയ്യാം. യാഗത്തിന് പ്രധാനമായും വേണ്ടത് ശുദ്ധജലമാണല്ലോ. ജലം നാം സമ്മാനിക്കാം. യാഗാഗ്നി നിറവോടെ കത്തിജ്വലിക്കണമെങ്കിൽ വായു വേണമല്ലോ. അത് നമ്മുടെ വകയായിട്ട് ഉണ്ടാകും. നമ്മുടെ വകയായി നമ്മുടെ വേദജ്ഞാനം, ശുദ്ധവും വ്യക്തവുമായ മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് നാം യാഗത്തെ സമ്പുഷ്ടമാക്കിയിരിക്കും. യാഗം നടത്താൻ വേദജ്ഞരും പരിചയസമ്പന്നരുമായ ഋത്തിക്കുകളും ഉണ്ടാവണം. ദേവർഷി ക്ഷണിച്ചാൽ ഋത്തിക്കുകൾ പൂർണ്ണ മനസ്സോടെ സഹകരിച്ചിരിക്കും. ത്രിമൂർത്തികളുടെ അനുഗ്രഹം കൂടി വാങ്ങണ്ടേ നാരദരെ? വേണം. ത്രിമൂർത്തികളുടെ അനുഗ്രഹവും സാന്നിധ്യവും ഉണ്ടെങ്കിൽ മാത്രമേ യാഗത്തിന് പൂർണ്ണതയുണ്ടാവുകയുള്ളൂ. മഹാദേവനെയും ബ്രഹ്മദേവനെയും കണ്ട് നാം അനുഗ്രഹം വാങ്ങിക്കഴിഞ്ഞു. ഇനി വൈകുണ്ഠനാഥനെ കാണണം. നമുക്കൊരുമിച്ച് പോകാം. അങ്ങനെയാകട്ടെ. നാരായണ നാരായണ. പ്രണാമം പ്രഭു. പ്രണാമം വൈകുണ്ഠനാഥ. പ്രണാമം. ദേവന്മാരോടൊപ്പം ദേവർഷി കൂടി ഉള്ളപ്പോൾ എന്തോ കാര്യമായ വിശേഷമുണ്ടല്ലോ. ശുഭകരമായ വിശേഷമാണ് ദേവ. ദേവർഷിയായ നാം യാഗങ്ങളും കർമ്മങ്ങളുമൊക്കെ നടത്തിയിട്ട് ഏറെക്കാലമായിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ യോഗക്ഷേമത്തിനായി നമ്മുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഒരു മഹത്തായ യാഗം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. യാഗത്തിൽ ഞങ്ങൾ ദേവന്മാരുടെ സജീവ പങ്കാളിത്തവും ഉണ്ടാകും. നന്നായി. ദേവന്മാർക്കിപ്പോൾ അജ്ഞാതവാസത്തിൻ്റെയും അലച്ചിലിൻ്റെയും കാലമാണല്ലോ. ലോകക്ഷേമാർത്ഥം നടത്തുന്ന യാഗം ദേവന്മാർക്ക് ഏറെ ആശ്വാസകരവും ഗുണപ്രദവുമായിരിക്കും. ദേവർഷി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന നിലയ്ക്ക് യാഗം വളരെയേറെ ലോകശ്രദ്ധ പിടിച്ചു പറ്റുമെന്നാണ് പ്രതീക്ഷ. സംശയമെന്താ? ലോകസഞ്ചാരിയായി നടക്കുന്ന നാരദർ അല്പകാലം വേദമന്ത്രങ്ങളും കർമ്മങ്ങളുമായി കഴിയുന്നത് തന്നെ നമ്മെപ്പോലുള്ളവർക്ക് ഒരനുഗ്രഹമല്ലേ? നാരദർക്ക് സഹായത്തിനായി വേദജ്ഞരായ ഋത്വിക്കുകളെയും ക്ഷണിക്കുന്നുണ്ട്. ഋത്വിക്കുകൾ നിർബന്ധമായും ഉണ്ടാകണം. വളരെ കാലമായി വേദമന്ത്രങ്ങൾ ഉരുക്കഴിക്കാത്ത നാരദർക്ക് വല്ല ഓർമ്മപ്പിശകോ പിഴവോ സംഭവിച്ചാലോ? യാഗം കൊണ്ട് നന്മയല്ല, അനർത്ഥമാണ് സംഭവിക്കുക. അതൊഴിവാക്കാൻ ഋത്വിക്കുകളുടെ സേവനവും ഉണ്ടാകണം. യാഗത്തിന്റെ വിജയത്തിനായി അങ്ങയുടെ എല്ലാവിധ അനുഗ്രഹ ആശംസകളും തീർച്ചയായും ഉണ്ടാകണം. തീർച്ചയായും. മഹത്തായൊരു യാഗം പ്രപഞ്ചത്തിന് പുതിയൊരു മാഹാത്മ്യം തന്നെ സൃഷ്ടിക്കും. പ്രത്യേകിച്ചും തപോധനനായ നാരദരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്ന യാഗം. സർവമംഗളങ്ങളും ഭവിക്കട്ടെ. ഓം ഹ്രീം സർവലോകക്ഷേമ സൗഖ്യായ നമഃ. ഓം ഹ്രീം ഐശ്വര്യപ്രദായ നമഃ. ഓം ഹ്രീം സർവലോകക്ഷേമ സൗഖ്യായ നമഃ. ഓം ഹ്രീം ഐശ്വര്യപ്രദായ നമഃ. ഓം ഹ്രീം സർവലോകക്ഷേമ സൗഖ്യായ നമഃ. ഓം ഹ്രീം ഐശ്വര്യപ്രദായ നമഃ. ഓം ഹ്രീം സർവലോകക്ഷേമ സൗഖ്യായ നമഃ. ഓം ഹ്രീം ഐശ്വര്യപ്രദായ നമഃ.
ഐശ്വര്യപ്രദായ നമഃ. ഓം ഹ്രീം അജായ നമഃ. അറിയാതെ നാവ് പിഴച്ചുപോയതാ. ദേവർഷിക്ക് വേദമന്ത്രം പിഴയ്ക്കുകയോ? യാഗം മുടങ്ങിയിരിക്കുകയാണല്ലോ. അഗ്നിനാളത്തിന്റെ നിറം മാറിയിരിക്കുന്നു. ലോകക്ഷേമത്തിന് വേണ്ടി നടത്തുന്ന മഹത്തായ യാഗമെന്ന് വിശ്വസിച്ചുകൊണ്ട് നാരദർക്കൊപ്പം യാഗത്തിന് കൂടിയ നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. ദേവർഷിക്കും വേദമന്ത്രം പിഴച്ചിരിക്കുന്നു. ദേവസമൂഹത്തിന് തന്നെ അപമാനം. വേദമന്ത്രങ്ങൾ എങ്ങനെ പിശകാതിരിക്കും? നമ്മൾ മനസാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെ താരകാസുരന് പോയി അറിയിക്കും. താരകാസുരൻ ചെയ്യാത്തതൊക്കെയും നമ്മളെയും അറിയിക്കും. ഈ ഏഷണി കൂട്ടലല്ലാതെ വേദമന്ത്രങ്ങളൊന്ന് സ്മരിച്ച് ഉരുവിട്ട് പഠിക്കാൻ നാരദർക്ക് നേരമില്ലല്ലോ. നാരദരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ യാഗം നടന്നു കഴിഞ്ഞാൽ ലോകശ്രദ്ധ പിടിച്ചു പറ്റുമെന്നല്ലേ അഗ്നിദേവൻ പറഞ്ഞത്? അമ്പെ പരാജയപ്പെട്ട യാഗമെന്ന് ലോകം മുഴുവൻ കീർത്തിപ്പെട്ട് കഴിഞ്ഞു. ഹോമകുണ്ടത്തിൽ പിറന്ന ആടിന് അഭൂമമായ ശക്തി തന്നെ. അതിന്റെ ആക്രമണം ഏതു നേരവും പ്രതീക്ഷിക്കാം. നാരദർ വരുത്തി വെച്ച ദ്രോഹം. നാരായണ നാരായണ. വരുന്നുണ്ട് ദേവർഷി. ദേവന്മാർക്ക് അടുത്ത കുരുക്ക് മുറുക്കാൻ. നാരായണ. ദേവശ്രേഷ്ഠന്മാർക്ക് നമ്മോട് കടുത്ത നീരസമുണ്ടെന്നറിയാം. ശരിയായ വിധത്തിൽ ചിന്തിച്ചാൽ നാം നിരപരാധിയാണ് അല്ലേ? നിരപരാധിയോ? അങ്ങേക്ക് മന്ത്രം പിശകിയതുകൊണ്ടല്ലേ യാഗം പരാജയപ്പെട്ടതും ഉപദ്രവകാരിയെ ഒരു ജന്തു പിറന്നതുമൊക്കെ. എന്നിട്ടിപ്പോ നിരപരാധി ചമയുന്നോ? ദേവേന്ദ്ര, മന്ത്രം എങ്ങനെ പിഴച്ചു എന്ന് ചിന്തിക്കണം. നമ്മൾ ഒരുമിച്ചല്ലേ വൈകുണ്ഠനാഥനെ കാണാൻ പോയത്? അപ്പോൾ ദേവൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? യാഗത്തിന് ഋത്വിക്കുകളെ ക്ഷണിക്കണം. നാരദർക്ക് മന്ത്രം ചൊല്ലുമ്പോ ഓർമ്മപ്പിശകോ പിഴവോ സംഭവിച്ചാൽ യാഗം അനർത്ഥമായി ഭവിക്കുമെന്ന് വിഷ്ണുദേവൻ അങ്ങനെ പറഞ്ഞത് ഓർക്കുന്നു. ആ, ഓർക്കുന്നല്ലോ. നമ്മുടെ ബലമായ സംശയം യാഗം പരാജയപ്പെടുത്താൻ വേണ്ടി വിഷ്ണുദേവൻ എന്തോ ശക്തി പ്രയോഗിച്ച് മന്ത്രം കുഴപ്പിച്ചതല്ലേന്ന്. നാരായണ നാരായണ. വിഷ്ണുദേവനെ പഴിചായിരുന്നു. ദേവന്മാരുടെ ശോച്യാവസ്ഥയിൽ വളരെ വേദനിക്കുന്ന ആളാണ് വിഷ്ണുദേവൻ. അങ്ങനെയുള്ള ദേവൻ ദേവന്മാർക്ക് കൂടി വളരെയേറെ ഗുണകരമാകുന്ന യാഗം പരാജയപ്പെടുത്തില്ല. യാഗം പരാജയപ്പെട്ടതിന് പിന്നിലുള്ള പൂർണ്ണ ഉത്തരവാദിത്തം നാരദർക്ക് തന്നെയാ. അതെ, അക്കാര്യത്തിൽ ഒരു സന്ദേഹവും ഇല്ല. നാരദർ യാഗം നടത്തി ഉണ്ടാക്കിയ നന്മ മാലോകർക്ക് പേടി സ്വപ്നമായി ഒരു ക്ഷുദ്രജീവിയെ സൃഷ്ടിച്ചു, അത്ര തന്നെ. നാരായണ നാരായണ. അല്ലെങ്കിലും നമുക്കിപ്പോൾ കെട്ടകാലമാണ്. കഷ്ടതകൾ സഹിച്ച് ഒരു യാഗം നടത്തിയപ്പോൾ അപവാദം മാത്രം ബാക്കി. നാരായണ നാരായണ. അയ്യോ, ആട് വരുന്നു. ഓടിക്കോ.
എന്തായി? ആടെങ്ങോട്ട് പോയി? ഓടി വരുന്ന വഴിക്ക് അത് മറ്റൊരു വഴിക്ക് തിരിഞ്ഞുപോയി. ആടുകൾ പൊതുവെ ശാന്തശീലരും ദുർബലരുമാണെന്നാ പറയുന്നത്. ഹോമകുണ്ടത്തിൽ നിന്നുണ്ടായ ആടിന് എന്താ ശക്തി, എന്താ ശൗര്യം! നാരദർക്ക് മന്ത്രം പിശകിയെങ്കിലും അദ്ദേഹം മഹാതപസിയല്ലേ? അദ്ദേഹത്തിന്റെ ഹോമകുണ്ടത്തിൽ നിന്നുണ്ടായ ജീവിക്ക് മഹാശക്തിയും വീറുമൊക്കെ ഉണ്ടാവും. നമ്മൾ പങ്കെടുത്ത യാഗം വിനാശത്തിൽ കലാശിച്ചത് നമ്മുടെ കുറ്റം കൊണ്ടല്ലല്ലോ. എങ്കിലും നമുക്കുമുണ്ട് അഭിമാനക്ഷതം. യാഗം അപൂർണമായി നിർത്തിയതുകൊണ്ട് പാവഫലമുണ്ടാകും. പരിഹാരക്രിയ ചെയ്യണ്ടേ സ്വാമിമാരെ? അതെ, ആ വേണം. അയ്യോ, ദേ ആട്! ഓടിക്കോ! ഓടിക്കോ! ഓടിക്കോ, ഓടിക്കോ! വേഗം ഓട! ഓടിക്കോ, ഓടിക്കോ! പ്രണാമം ദേവി ദേവന്മാരെ. പ്രണാമം കുമാര. പ്രണാമം കുമാര. പ്രണാമം കുമാര. പ്രണാമം. ദേവശ്രേഷ്ഠരോടൊപ്പം ദേവർഷി കൂടി ഉള്ളപ്പോൾ ആഗമനത്തിന് തക്കതായ ഒരു കാരണമുണ്ടെന്ന് മനസ്സിലായി. ദേവന്മാരുടെ ഇപ്പോഴത്തെ നെട്ടോട്ടത്തിന് കാരണം ദേവർഷി തന്നെയാണ് ഭഗവാനെ. മഹാജ്ഞാനിയായ അദ്ദേഹം ഒരു യാഗം നടത്തുന്നു എന്ന് കേട്ടപ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ദേവന്മാർ അതിൽ പങ്കുകൊണ്ടത്. കൊടും ഭീതിയാലുള്ള പലായനമാണ് ഞങ്ങൾക്കിപ്പോ യാഗപുണ്യമായി ലഭിച്ചിരിക്കുന്നത്. ദിവ്യന്മാരായ മുനിമാർ നടത്തുന്ന യാഗത്തിൽ യാഗശാലയിലെ ഹോമകുണ്ടത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് ദിവ്യ അവതാരങ്ങളായിരിക്കും. പക്ഷേ നാരദ മഹർഷിയുടെ ഹോമകുണ്ടത്തിൽ നിന്ന് ഉയർന്നു വന്നത് ഭീകരരൂപിയും ആക്രമണകാരിയുമായ ഒരാടാണ് മഹാദേവ. അതിനെ പേടിച്ച് നമുക്കെല്ലാം യാഗശാല വിട്ട് ഓടേണ്ടി വന്നു. നമ്മുടെ ജലത്തിനോ അഗ്നിക്കോ വായുവിനോ ഒന്നും ആടിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും ശക്തനായ ഒരാടിനെ കണ്ടിട്ടേയില്ല. എങ്കിൽ അത് ആടായിരിക്കില്ല, ഏതെങ്കിലും വന്യജീവി ആയിരിക്കും. അല്ല കുമാര, ആട് തന്നെ. അത് പലതവണ ഞങ്ങളെ ആക്രമിക്കാൻ ഓടിച്ചു കഴിഞ്ഞു. ഇനിയും ആക്രമിക്കുമെന്ന് ഉറപ്പാണ്. ആടിനെ അമർച്ച ചെയ്ത് രക്ഷിക്കണമെന്ന് അപേക്ഷിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നാരദനെന്താ മൗനം പാലിക്കുന്നത്? നമുക്ക് പറ്റിയ നാവ് പിശകല്ലേ ആടായി പിറന്നിരിക്കുന്നത്. മൗനം പാലിക്കാനല്ലേ കഴിയൂ. നാരായണ നാരായണ. ഈ പറഞ്ഞതായ ആട് ഏറ്റവും കൂടുതൽ ഓടിച്ചത് നാരദരെയാണല്ലേ? സത്യം, ഇന്ദ്രാദി ദേവന്മാരെയും ആട് ഓടിച്ചു. പക്ഷേ ശ്വാസം നിലയ്ക്കുന്ന അവസ്ഥയോളം ആ ക്ഷുദ്രജീവി നമ്മെ ഓടിച്ചു കളഞ്ഞു. നാരദരുടെ നാവു പിഴച്ചുണ്ടായ ആട് ഫലത്തിൽ നാരദർക്ക് പുത്രതുല്യനാണ്. എങ്കിൽ പിതാവിനോടുള്ള പുത്രന്റെ വാത്സല്യ കൂടുതൽ കൊണ്ടാവാം നാരദരെ ആട് കൂടുതൽ ഓടിച്ചത്. കുമാരനും നമ്മെ പരിഹസിക്കുന്നു. ദേവാ, നമുക്ക് പിണഞ്ഞ അബദ്ധം ആക്രമിക്കുന്ന ആടായി തിരിഞ്ഞു നിൽക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ആടിനെ ഇല്ലായ്മ ചെയ്ത് നമ്മെ പഴിവിമുക്തനാക്കിയാലും ദേവാ. ദേവാ, ആടിനെ അമർച്ച ചെയ്യുന്ന ദൗത്യം കുമാരൻ നിർവഹിക്കട്ടെ എന്നാണ് നമ്മുടെ പക്ഷം. അങ്ങനെയാകട്ടെ. എന്താ കുമാര? മാതാപിതാക്കളുടെ ഹിതം പോലെ. എങ്കിൽ പോയി വരൂ മകനെ.